എനിക്ക് തോന്നുന്നു അന്ന് ഒരു രഹസ്യ ധാരണയുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഒഴിയുന്നു. മനസ്സോടെയാണ് അദ്ദേഹം ഒഴിഞ്ഞതെന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം നമുക്കറിയാൻ കഴിയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിപ്പിക്കാമെന്നൊരു ധാരണ അന്നുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത്തരത്തിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഡിമാൻഡ് ഉന്നയിച്ചത്. തൻ്റെ ചോര കൊണ്ട് പടുത്തുയർത്തിയതാണ് കണ്ണൂർ മണ്ഡലം എന്നുള്ള രീതിയിൽ അദ്ദേഹം കൃത്യമായി പരസ്യമായി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു വിഷയം ഈ കെ സുധാകരനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയത് അത് ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിനെ ബാധിക്കുക എന്ന് നമ്മൾ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? കാരണം അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി വന്നു, ടി.ഒ. മോഹനെ സ്വീകരിച്ചു, ഷാൾ അണിയിച്ചു, അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്തുണ്ടായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അത് കോൺഗ്രസിനെ ഇനി ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, സുധാകരനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവിന്, അതും കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു നേതാവ്, വെറൊരു നേതാവല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവനും അല്ലെങ്കിൽ അതിൽ ഗണ്യമായൊരു ഭാഗം CPM-കാരായിട്ട് ഇടതുപക്ഷക്കാരായിട്ട് വഴക്കുണ്ടാക്കാനും ഏറ്റുമുട്ടാനും കോടതി കയറാനും ഒക്കെ വേണ്ടി ചെലവഴിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ദുർബലമായ ശാരീരിക മാനസിക അസ്വസ്ഥതകളെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരാളെ ഡീൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വളരെ സൂക്ഷിച്ച് ചെയ്യണമായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുക്കാതിരുന്നു, അതൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ചെയ്ത് കാണും, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് വേണ്ട രീതിയിലുള്ള ഒരു കാരുണ്യം, അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായോ എന്ന കാര്യത്തിൽ സംശയം. അതുകൊണ്ടാണ് പുള്ളി സത്യത്തിൽ വയലൻ്റ് ആയത്. അല്ലാണ്ട് പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന അദ്ദേഹം ഇനിയിപ്പോൾ നാട്ടിൽ വന്ന് നിയമസഭയ്ക്ക് മത്സരിച്ചിട്ട് എന്തിനാണ്? നിയമസഭയ്ക്ക് മത്സരിച്ചു, ഇനി കോർപ്പറേഷനിലേക്ക് മത്സരിക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അപ്പോൾ അദ്ദേഹം വൈകാരികമായിട്ട് പലപ്പോഴും പ്രതികരിക്കുന്ന ആളുകൾ ഇപ്പോഴും പ്രതികരിച്ചു എന്നുള്ളത് കവിഞ്ഞ് വലിയ പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.